നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത മാസം ഡ്യൂറൻ കപ്പ് ആരംഭിക്കാനിരിക്കെ പ്രമുഖ ക്ലബ്ബുകളുടെ പിന്മാറ്റം ഒരു ചർച്ചയായിരുന്നല്ലോ. പല പ്രമുഖ ക്ലബ്ബുകളുടെയും പിന്മാറ്റത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും പിന്മാറിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഉറപ്പിച്ചു പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് പിന്മാറിക്കഴിഞ്ഞു എന്ന്. അത്തരം റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള മാർക്കസ് മർഹുലാവയാണ്. അദ്ദേഹം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് FC ഹാവ് റിട്ടൺ ടു ദി ഓർഗനൈസേഴ്സ് ദാറ്റ് ദേ ആർ വിഡ്രോയിങ് ഫ്രം ദി ഡ്യൂറൻ കപ്പ്. ഡ്യൂറൻ കപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ റിട്ടേൺ ആയിട്ട് ഈ ടൂർണമെൻറ്റിൻ്റെ ഓർഗനൈസേഴ്സിനെ അറിയിച്ചിരിക്കുന്നു. ക്ലബ്ബ് നേരത്തെ ഇതിൽ പാർട്ടിസിപ്പേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരുന്നതാണ് എന്നുകൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദി ക്ലബ് ഹാഡ് പ്രീവിയസ്ലി സൈൻഡ് ദി പാർട്ടിസിപ്പേഷൻ എഗ്രിമെൻറ്റ്. പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ നിന്ന് പിന്മാറുന്നതായിട്ട് അറിയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഫുട്ബോളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോൾ AFCയുടെ ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മിനിമം 27 മാച്ചസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് 8 months ഫോർ ഡൊമസ്റ്റിക് ക്ലബ് ഫുട്ബോൾ എന്നാണ്. അപ്പോൾ ഈ ഡ്യൂറൻ കപ്പ് കളിക്കാതെ വന്നാൽ അത്രയും മത്സരങ്ങളിലേക്കൊക്കെ എത്തുമോ എന്നുള്ള ചോദ്യമുണ്ട്. നമ്മുടെ ലീഗിൻ്റെ ഡ്യൂറേഷൻ കുറവാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നിലവിൽ നമുക്കറിയാം ISLൻ്റെ കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങളുണ്ട്. എന്നാലും ഇന്നലെ 19 സ്റ്റോപ്പേജൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ISL സാധാരണ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് FSDL ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ്. ഏതായാലും ആകെ ഒരു അൺസർട്ടനിറ്റിയാണ് എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ഉറപ്പിച്ച് മാർക്കസ് മർഹുലാവ് പറയുന്നു, ഇതാ ഈ ഡ്യൂറൻ കപ്പിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്മാറിക്കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.